ടു റിയൽ അനാലിസിസ് ക്ലാസ്. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു തിയറാണ് ആദ്യം പറയാൻ പോകുന്നത്. തിയറം ലെറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്, then the following statements are equivalent. Okay, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എക്സ് എലമെൻറ്റ് ഓഫ് ആർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് there exists an epsilon naught greater than 0 for every k belongs to n. There exists nk belongs to n such that nk greater than or equal to k and modulus of xnk minus x greater than or equal to epsilon naught. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. there exists an epsilon naught greater than 0 and a subsequence x dash equal to xnk of x such that modulus of xnk minus x greater than or equal to epsilon naught for every k belongs to n. Okay, ഇത് മൂന്നുമാണ് നമ്മളെ ഇക്വലൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇതിലെ ഒന്നും രണ്ടും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 1 implies 2 എന്ന കാര്യം ഞാൻ ഓൾറെഡി 1 implies 2 ആൻഡ് 2 implies 1 ഞാൻ ഓൾറെഡി ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പക്ഷെ ഒന്നും കൂടി നമുക്കൊന്ന് പറയാം. ഓക്കെ, എന്തായാലും ഇതിന് പ്രൂഫ് എങ്ങനെ കൊടുക്കുക, എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ഓക്കെ, 1 implies 2. 1 implies 2 എങ്ങനെയായിട്ട് 1 implies 2 ഒക്കെ വളരെ ഇതായിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്താൽ, അപ്പോൾ അത് അവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ ഫസ്റ്റ് സപ്പോസ് എക്സ് ഈക്വൾ എക്സ് എൻ ഡസ് നോട്ട് കൺവേർജ് ടു എക്സ്. സപ്പോസ് അപ്പോൾ 1 implies 2 ചെയ്യണം നമുക്ക് ആദ്യം. 1 implies 2 പ്രൂഫ്. സപ്പോസ് എക്സ് ഡസ് നോട്ട് കൺവേർജസ് ടു എക്സ്, then there exists an epsilon naught greater than 0 such that we cannot find a k belongs to n with the property that for every n greater than or equal to k modulus of xn minus x ലെസ് ദാൻ അപ്സിലോൺ നോട്ട്. നോക്ക്, ഒരു അപ്സിലോൺ നോട്ട് ഉണ്ട്, അതിന് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റില്ല? ഒരു കെ കണ്ടെത്താൻ പറ്റില്ല. എന്ത് പ്രോപ്പർട്ടി ഉള്ള? ഈ പ്രോപ്പർട്ടി ഉള്ള ഒരു കെ കണ്ടെത്താൻ പറ്റില്ല. എന്താ ഈ പ്രോപ്പർട്ടി പറഞ്ഞാൽ? കെക്ക് ശേഷമുള്ള എല്ലാ എന്നുകൾക്കും എക്സ് എന്നും എക്സും തമ്മിലുള്ള അകലം അപ്സിലോൺ നോട്ടിൽ കുറവാവുക എന്ന പ്രോപ്പർട്ടി ഉള്ള ഒരു കെ കണ്ടെത്താൻ പറ്റില്ല. കെ കണ്ടെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കെ നാച്ചുറൽ നമ്പറാണ്. കെ നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഇല്ലാത്ത പ്രശ്നമല്ല, നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്തല്ല, ഒരു നാച്ചുറൽ നമ്പറിനും ഈ പ്രത്യേകതയിൽ ഈ പ്രോപ്പർട്ടി ഉള്ള നാച്ചുറൽ നമ്പർ ഇല്ല. ഈ പ്രോപ്പർട്ടി ഇല്ല ഒരു നാച്ചുറൽ നമ്പറിനും. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? there is an epsilon naught such that for every k belongs to n. എങ്ങനെ നമ്മൾ കെ ചൂസ് ചെയ്താലും, അപ്പോൾ ഞാൻ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാണ്. such that we cannot find a k. ഈ പ്രോപ്പർട്ടി ഉള്ള കെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എങ്ങനെ കെ നമ്മൾ ചൂസ് ചെയ്താലും. അപ്പോൾ അതാ ബാക്കി വേണം ഇവിടെ എഴുതുക. that is there exists epsilon naught greater than 0 such that for every k belongs to n. എങ്ങനെ കെ എടുത്താലും it is not true that for every n greater than or equal to k mod xn minus x ലെസ് ദാൻ അപ്സിലോൺ നോട്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവില്ല. ഒരു കേക്കും ഇത് ട്രൂ ആവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എങ്ങനെ കെ ചൂസ് ചെയ്താലും ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് എങ്ങനെ ഇത് ശരിയാവുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്ങനെ കെ എടുത്താലും ഇത് ശരിയാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എങ്ങനെ കെ എടുത്താലും അതിൻ്റെ മുകളിലുള്ള എല്ലാ ഒരു കേക്ക് ശരിയാവണമെങ്കിൽ കെൻ്റെ മുകളിലുള്ള എല്ലാ എന്നിനും എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ അപ്സിലോൺ നോട്ട് ആവണം. അതിന് നെഗേഷൻ എന്താ? എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ അപ്സിലോൺ നോട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ എക്സ് എൻ മൈനസ് എക്സ് ഒക്കെ ഗ്രേറ്റർ ദാൻ അപ്സിലോൺ നോട്ട് ആവുകയാണെന്നാണോ?
എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ആവുക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താ എക്സ് എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ നോട്ട് ആവുക. പക്ഷേ നമുക്ക് ഒരു ക്ലാസ് ഫുൾ പ്രസന്റ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫുൾ പ്രസന്റ് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫുൾ ആബ്സെന്റ് ആണെന്നാണോ? അല്ല. ഫുൾ പ്രസന്റ് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാളെങ്കിലും ആബ്സെന്റ് ആണെന്നാ, ഒരാളെങ്കിലും പ്രസന്റ് അല്ല എന്നാ. അറ്റ്ലീസ്റ്റ് ഒരാൾ പ്രസന്റ് അല്ല എന്ന് ഉറപ്പിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരാൾ പ്രസന്റ് അല്ല. അതേപോലെ ഇവിടെ കേക്ക് ശേഷമുള്ള എല്ലാ എണ്ണുകളും ഇതിനേക്കാൾ കുറവാണ് എന്നുള്ളതിന് നെഗേഷൻ എന്താ? കേക്ക് ശേഷമുള്ള ചില എണ്ണുകൾക്ക് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് അല്ല, ഇതിന് നെഗേഷനാണ്, ഗ്രേറ്റർ ദാൻ ഓർ എപ്സിലോൺ നോട്ട് ആണ്. അപ്പോൾ എന്താ പറയണ്ട? ദാറ്റ് ഈസ് ദെയർ എക്സിസ്റ്റ് എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഫോർ എവറി കെ ബിലോങ്സ് ടു എൻ എന്തില്ല, കെൻ്റെ മുകളിലുള്ള എല്ലാ എണ്ണിനും ഇത് ശരിയല്ല, കെക്ക് മുകളിലുള്ള ചില ആളുകൾക്ക് ശരിയല്ല. ദെയർ എക്സിസ്റ്റ് ഒരു എൻ കെ, എന്തിനാ ഈ എൻ സഫിക്സ് കെ എന്ന് എഴുതുന്നത്? ഈ കെൻ്റെ മുകളിലുള്ള ഒരാളായതുകൊണ്ട് കെൻ്റെ മുകളിലുള്ള എണ്ണുകളെ ഞാൻ എൻ കെ എന്ന് എഴുതിയത് പ്രത്യേക എൻ ആയതുകൊണ്ട്, ഈ കെനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻ ആയതുകൊണ്ട് എൻ സഫിക്സ് കെ എന്ന് എഴുതി. എൻ കെ ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൻഡ് എൻ കെ കെൻ്റെ മുകളിലാണ് ആൻഡ് മോഡുലസ് ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സോ ലെസ് ദാൻ എപ്സിലോൺ അല്ല, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 1 implies 2. സോ ഇതാണ് 2, hence 2. അപ്പോൾ 1 implies 2 ആയി. There exists epsilon naught greater than 0 such that for every k belongs to n there exists nk belongs to n such that nk greater than k and mod xnk minus x greater than or equal to epsilon naught. So 2 കിട്ടി. 1 implies 2 കിട്ടി. ഇനി 2 implies 3 കിട്ടണം. 2 implies 3. Two implies 3 കിട്ടാൻ അപ്പോൾ 2 എന്ത് പറയുന്നുണ്ട്? സപ്പോസ് 2 അസ്യൂം ചെയ്തു. 2 അസ്യൂം ചെയ്താൽ എന്തുണ്ട്? ദെൻ ദെയർ എക്സിസ്റ്റ് എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0. ദെയർ എക്സിസ്റ്റ് എന്തുണ്ട്? ഇതെന്താ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദെയർ എക്സിസ്റ്റ് എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഫോർ എവരി n greater than or for every k belongs to n there exists nk greater than or equal to k such that modulus of xnk minus x greater than or equal to epsilon naught. ഇതാണ് നമ്മൾ അസംഷൻ. then there exists ഇതുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണോ? ഈ മൂന്നാമത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടണം. എപ്സിലോൺ നോട്ട് ഒരു സബ്സീക്വൻസും ഉണ്ട് എന്നുള്ളതിൽ എത്തിക്കണം. അപ്പോൾ ഞാൻ ആദ്യം എന്തെടുത്തു? ലെറ്റ് കെ ഈക്വൽ ടു 1 എടുത്ത് ഇവിടെ ഏത് കേക്കും എന്തുണ്ടാവും? എൻ കെ ഉണ്ടാവും. കെനേക്കാൾ മുകളിൽ എക്സ് എൻ കെ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ എപ്സിലോൺ നോട്ട് ആണ്. അപ്പോൾ അത് ഞാൻ കെ ഈക്വൽ ടു 1 എടുത്ത് ദെൻ ദെയർ എക്സിസ്റ്റ് n1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 സച്ച് ദാറ്റ് മോഡ് xn1 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. അപ്പോൾ ആദ്യം ടേക്ക് കെ ഈക്വൽ ടു 1, ടേക്ക് കെ ഈക്വൽ ടു n1, കെ ആയിട്ട് n1 എടുക്കുക. കെ ആയിട്ട് n1 എടുത്താൽ കെ ആയിട്ട് n1 എന്നുള്ള നാച്ചുറൽ നമ്പർ എടുത്താൽ എന്തുണ്ടാവും? n സഫിക്സ് n1 ഉണ്ടാവും. n സഫിക്സ് n1നെ ഞാൻ n2 എന്ന് വിളിച്ചു. n1നെ ഡിപ്പെൻഡ് ചെയ്യുന്ന n ആയതുകൊണ്ട് അതിനെ ഞാൻ n2 എന്ന് വിളിച്ചു. ദെയർ എക്സിസ്റ്റ് n2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n1 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് xn2 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ടേക്ക് കെ ഈക്വൽ ടു n2 there exists n3 greater than or equal to n2 such that modulus of xn3 minus x greater than or equal to epsilon naught. Continuing like that there exists epsilon naught greater than 0 and a subsequence xnk of x such that modulus of xnk minus x greater than epsilon naught for every k belongs to n. For every k belongs to n. സോ എന്താണ് ചെയ്തത്? രണ്ടാമത്തേൽ ഞാൻ കേക്ക് പകരം ആദ്യം 1 കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n സഫിക്സ് 1 ഉണ്ടാവും, ഒരു n1 ഉണ്ടാവും 1ൻ്റെ മുകളിൽ. എക്സ് സഫിക്സ് n1 മൈനസ് എക്സ്
ഗ്രേറ്റർ ദാൻ എപ്സിലോൺ നോട്ട് ആവും. പിന്നെ ഞാൻ കെ ആയിട്ട് എന്തെടുത്ത് ഏത് കെയും നമുക്ക് എടുക്കാം. ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും എൻ കെ ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഏതൊരു കെ എടുത്താലും എൻ കെ ഉണ്ടാവും. ഏത് നാച്ചുറൽ നമ്പർ കെ എടുത്താലും എൻ കെ ഉണ്ടാവും. അപ്പോൾ 1 എടുത്തപ്പോൾ N1 ഉണ്ടായി. പിന്നെ N1 എടുത്തപ്പോൾ കെ ആയിട്ട് N1 അടുത്ത സ്റ്റെപ്പിൽ ചൂസ് ചെയ്തപ്പോൾ N സഫിക്സ് N1 അതിനെ ഞാൻ N2 എന്ന് വിളിച്ചു. N2 ഗ്രേറ്റർ ദാൻ N1 ഉണ്ടാവും. Xn2 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ നോട്ട് ആവുന്നത്. പിന്നെ കെ ആയിട്ട് N2 എടുത്തു. അപ്പോൾ N3 കിട്ടി. N3 എടുത്താൽ N4 കിട്ടും. അങ്ങനെ Xn1 Xn2 Xn3 Xn എന്താ അതിൻ്റെ പ്രത്യേകത? N1 ലെസ് താൻ N2 ലെസ് താൻ N3 ലെസ് താൻ N4 അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നോക്ക് ഇവിടെ N1 ഗ്രേറ്റർ ദാൻ 1 ആണ്, N2 ഗ്രേറ്റർ ദാൻ N1 ആണ്, N3 ഗ്രേറ്റർ ദാൻ N2 ആണ്. അപ്പോൾ എന്താ കിട്ടിയത്? N1 ലെസ് താൻ N2 ലെസ് താൻ N3 ലെസ് താൻ N4 ലെസ് താൻ അങ്ങനെ ഇൻക്രീസിങ് സബ്സ്ക്രിപ്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് സബ്സീക്വൻസ് ആണ്. Xn k സബ്സീക്വൻസ് ആണ്. Xn k മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആണ്. ഇനി നമുക്ക് അപ്പോൾ 1 ഇംപ്ലൈസ് 2 2 ഇംപ്ലൈസ് 3യും ചെയ്തു. ഇനി നമുക്ക് 3 ഇംപ്ലൈസ് 1 തന്നെ തിരിച്ച് ചെയ്യണം. 3 ഇംപ്ലൈസ് 1. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തത്? 1 ഇംപ്ലൈസ് 2 ചെയ്തു, 2 ഇംപ്ലൈസ് 3 ചെയ്തു, ഇതും ചെയ്തു, ഇതും ചെയ്തു. ഇനി നമ്മൾ 3 ഇംപ്ലൈസ് 1ഉം കൂടി ചെയ്താൽ 3 ഇംപ്ലൈസ് 1ഉം കൂടി ചെയ്താൽ എന്തായി? ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലൻ്റ് ആയി. 1 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 3 ഉണ്ടെങ്കിൽ 1 ഉണ്ടെന്ന് കിട്ടിയാൽ 3 ഉണ്ടെങ്കിൽ 2 ഉണ്ടെന്നും കിട്ടും. എങ്ങനെ? 3 ഉണ്ടെങ്കിൽ 1 നടക്കും, 1 നടന്നാൽ 2 നടക്കും. സോ 3 നടന്നാൽ 1 2 നടക്കും. സോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നടക്കും. 2 ഉണ്ടെങ്കിൽ 1 എങ്ങനെ നടക്കുക? 2 ഉണ്ട്, 3 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ 2 ഉണ്ടെങ്കിൽ 1 ഉണ്ട്. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലൻ്റ് ആവും. അപ്പോൾ 3 ഇംപ്ലൈസ് 1 എന്ത് ചെയ്യണം? തെളിയിക്കണം. 3 ഇംപ്ലൈസ് 1. Suppose x equal to xn okay 3 ആദ്യം അസ്യൂം ചെയ്യുക. 3 suppose 3 that is there exists epsilon naught greater than 0 and a subsequence x dash equal to xn k of x such that modulus of xn k minus x greater than or equal to epsilon naught for every k belongs to n. ഇതാണ് നമ്മളെ അസംഷൻ. 3 ആണിത്. ടു പ്രൂവ് ദാറ്റ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ദാറ്റ് എക്സ് ഡസ് നോട്ട് കൺവേർജസ് ടു എക്സ്. സപ്പോസ് എക്സ് കൺവേർജസ് ടു എക്സ്. സപ്പോസ് എക്സ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ എക്സ് 1 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. 1 എന്താ? ക്യാപിറ്റൽ എക്സ് ഡസ് നോട്ട് കൺവേർജസ് ടു സ്മോൾ എക്സ് എന്നുള്ളതാണ് 1 ഒന്നാമത്തെ കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷനാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ അതിന് നെഗേഷൻ എടുക്കുക. എക്സ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദെൻ okay capital X converges to X, then every subsequence of capital X converges to small x. എവിടെ നിന്ന് കിട്ടി? ബൈ പ്രീവിയസ് തിയറം. അപ്പോൾ തിയറത്തിൻ്റെ പേര് കൊടുക്കുക, പ്രീവിയസ് തിയറം. എക്സാമിന് ആ തിയറം തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. എക്സാമിന് ബൈ പ്രീവിയസ് തിയറം എന്നോ അല്ലെങ്കിൽ തിയറം നമ്പർ എന്നൊന്നും കൊടുക്കരുത്. എക്സാമിന് ആ തിയറം തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഇപ്പം നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ബൈ പ്രീവിയസ് തിയറമോ അല്ലെങ്കിൽ തിയറത്തിൻ്റെ ആ പേര് കൊടുക്കുക. 3.4.2 3.4.3 അങ്ങനത്തെ തിയറം അത് കൊടുത്തിട്ട് എക്സ് എന്ത് ചെയ്യും? എവരി സബ്സീക്വൻസ് ഒരു സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സീക്വൻസും എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്യുക എന്നുള്ള തിയറം. അങ്ങനെയാണെങ്കിൽ ദെൻ x dash equal to xn k converges to x, but which is not possible because no term of xn k is in epsilon naught neighborhood of x. നോക്ക്, അങ്ങനെയാണെങ്കിൽ എക്സ് എൻ കെ എങ്ങോട്ട് കൺവേർജ് ചെയ്യണം? എക്സിലേക്ക് കൺവേർജ് ചെയ്യണം. പക്ഷേ ഇവിടേക്ക് നോക്ക്, എക്സ് എൻ കെ കൺവേർജ് ടു എക്സ് ആവണമെങ്കിൽ ഇങ്ങനെ കിട്ടാൻ പറ്റുമോ? എല്ലാ കേക്കും എക്സ് എൻ കെ മൈനസ് എക്സും എപ്സിലോൺ നോട്ടിനേക്കാൾ കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എല്ലാ ടേമും എപ്സിലോൺ നോട്ട് നൈബർഹുഡ് ഇതിൽ ആരില്ല? എക്സ് ഇല്ല. ഓക്കെ, എപ്സിലോൺ നോട്ട് നൈബർഹുഡ് ഇല്ല. ഒരു ടേമിൻ്റെ എപ്സിലോൺ നോട്ട് നൈബർഹുഡിൽ എക്സ് ഇല്ല. ഉണ്ടാവണമെങ്കിൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരണം. ഒരു ടേമിൻ്റെ എപ്സിലോൺ നോട്ട് നൈബർഹുഡിൽ എക്സ് വരണമെങ്കിൽ നമുക്കറിയാം, കൺവേർജൻ്റ് ആവണമെങ്കിൽ ഒരു സ്റ്റേജിന് ശേഷം എക്സിൻ്റെ നൈബർഹുഡിൽ അല്ലെങ്കിൽ എക്സ് എൻ കെൻ്റെ നൈബർഹുഡിൽ എക്സ് വരണം. ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ടേമുകളും എക്സിൻ്റെ നൈബർഹുഡിൽ വരണം. എക്സിൻ്റെ നൈബർഹുഡിൽ ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ എക്സ് എൻ കെകളും വരണം. പക്ഷേ ഇവിടെ
ഒരു ടേമും നമ്മളെ എക്സിൻ്റെ അപ്സിലോൺ നോട്ട് നൈബർഹുഡിൽ ഒരു ടേമും വരുന്നില്ല. എക്സിൻ്റെ അപ്സിലോൺ നോട്ട് നൈബർഹുഡിൽ ഒരു ടേമും വരുന്നില്ല. നമുക്ക് ശരിക്കും എല്ലാ ടേമും ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ടേമും എക്സിൻ്റെ അപ്സിലോൺ നോട്ട് നൈബർഹുഡിൽ ഇപ്പോൾ എക്സ് ആൻഡ് കൺവേഴ്സ് ടു എക്സ് ആണെങ്കിൽ ഇതാ നമ്മൾ സീക്വൻസ് ഇങ്ങനെ പോയി ഇത് എക്സിലേക്കാണെങ്കിൽ എക്സിൻ്റെ ഒരു ചെറിയ നൈബർഹുഡ് എടുത്താൽ സീക്വൻസിലെ ഒരു സ്റ്റേജിന് ശേഷമുള്ള ടേംസ് ഒക്കെ എന്ത് വരണോ ഈ എക്സിൻ്റെ ഉള്ളിൽ കിടക്കണം. നമുക്കറിയാം 1/n 0ലേക്ക് പോകുന്നത്. അപ്പോൾ 0ലേക്ക് സീറോൻ്റെ എത്ര ചെറിയ നൈബർഹുഡ് എടുത്താലും ഒരു സ്റ്റേജിന് ശേഷമുള്ള ആൾക്കാരൊക്കെ 1/1 lakh മുതൽ 1 lakh ആണ് സ്റ്റേജെങ്കിൽ 1/1 lakh മുതൽ അങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും 0ൻ്റെ അടുത്ത് നിൽക്കും. 0ൻ്റെ ആ ചെറിയ നൈബർഹുഡിൽ. ഇനി വളരെ ചെറിയ നൈബർഹുഡ് വീണ്ടും എടുത്തിരിക്കുക 0ൻ്റെ വളരെ ചെറിയ നൈബർഹുഡ്. എന്നാലും നമുക്ക് കിട്ടും 1 കോടി എന്നൊക്കെ ഉള്ള അപ്പുറത്ത് കുറേ സ്റ്റേജ് അപ്പുറത്തൊരു സ്റ്റേജ് കിട്ടും. അതിനുശേഷമുള്ള എല്ലാ ടേം 1 കോടി സ്റ്റേജ് 1 കോടി ഫസ്റ്റത്തെ 1 കോടി ടേംസ് ഒഴികെ ബാക്കിയുള്ള ടേംസ് ഒക്കെ 1/1 crore and 1, 1/1 crore and 2 അതൊക്കെ സീറോൻ്റെ നൈബർഹുഡിൽ ഉണ്ടാവും. അപ്പം പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. എക്സിൻ്റെ അപ്സിലോൺ നോട്ട് നൈബർഹുഡിൽ എക്സ് ആൻഡ് കെ ഇല്ല. അതുകൊണ്ട് വിച്ച് ഈസ് നോട്ട് പോസിബിൾ അല്ലെങ്കിൽ വിച്ച് ഈസ് ഇമ്പോസിബിൾ ബിക്കോസ് നോ ടേം ഓഫ് എക്സ് ആൻഡ് കെ ഈസ് ഇൻ അപ്സിലോൺ നോട്ട് നൈബർഹുഡ് ഓഫ് എക്സ്. Therefore our assumption is wrong. Therefore capital X not converges to X. Therefore hence 1. Therefore hence 3 implies 1. Therefore the 3 conditions 1, 2, 3 are equivalent. Okay. ഇനി നോക്ക് ഡൈവേർജൻസ് ക്രൈറ്റീരിയ. നമുക്ക് ഇങ്ങനെ പറയാം, ഡൈവേർജൻസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഡൈവേർജൻ്റ് ആവണമെങ്കിൽ നമുക്ക് ഇത്ര പറഞ്ഞാൽ മതി, തെളിയിച്ചാൽ മതി. ഒരു സീക്വൻസ് ഡൈവേർജൻ്റ് ആണ് തെളിയിക്കാൻ നമുക്ക് താഴെ പറയുന്ന ഏതെങ്കിലും 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ സീക്വൻസ് ഡൈവേർജൻ്റ് ആയിരിക്കും. ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ഓക്കെ ഡൈവേർജൻസ് ക്രൈറ്റീരിയ. ഓക്കെ ഇഫ് x equal to xn has the following any of the following 2 properties then x is divergent. ഒന്ന് പറഞ്ഞത് if capital X has 2 subsequences which has different limits. 2 സബ്സീക്വൻസുകൾ ഉണ്ട്, അതിനും 2 ഡിഫറെൻറ്റ് ലിമിറ്റും ആണെന്ന് വിചാരിക്കുക. വേറൊന്ന് എക്സ് ഈസ് അൺബൗണ്ടഡ്. ഇതൊക്കെ നമുക്ക് ആദ്യം അറിയുന്നതാണ്. കൺവേർജൻറ്റ് സീക്വൻസ് ഒക്കെ ബൗണ്ടഡ് ആണ്. അതുകൊണ്ട് ബൗണ്ടഡ് അല്ലെങ്കിൽ ഉറപ്പിക്കുക എന്താണ് കൺവേർജൻ്റ് അല്ല, ഡൈവേർജൻ്റ് ആണെന്ന്. കൺവേർജൻ്റ് ഇംപ്ലൈസ് ബൗണ്ടഡ്. സോ നോട്ട് ബൗണ്ടഡ് ഇംപ്ലൈസ് നോട്ട് കൺവേർജൻറ്റ്. ബൗണ്ടഡ് അല്ലെങ്കിൽ കൺവേർജൻ്റ് അല്ല. അപ്പോൾ ബൗണ്ടഡ് അല്ലെങ്കിൽ ഉറപ്പിക്കുക കൺവേർജൻ്റ് അല്ല. ഇനി 2 സബ്സീക്വൻസ് ഉണ്ട്, 2 ഡിഫറെൻറ്റ് ലിമിറ്റിലേക്ക് പോവുകയാണെങ്കിൽ സീക്വൻസ് എന്തായിരിക്കും? ഇതിന് പ്രൂഫ് ഒന്നും ആവശ്യമില്ല, ഇത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഡൈവേർജൻസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇത് മതി. അപ്പോൾ ഡൈവേർജൻസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് ഈ 2 ക്രൈറ്റീരിയ എഴുതി വെക്കുക. ഇനി ഇതിന് എക്സാമ്പിൾ നോക്ക്. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് -1/n. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് -1/n. -1/n എന്ന സീക്വൻസ് -1 + 1 -1 + 1 -1 + 1 എക്സെട്ര. ഇതിനെ നമുക്കൊരു സബ്സീക്വൻസ് x' = -1 -1 -1 എക്സെട്ര. ഏത് -1/2n + 1 എന്നുള്ള സീക്വൻസ് എടുത്ത് ഒന്നാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും ഏഴാമത്തെ ഒക്കെ ടേം എടുത്തിട്ട് ഒരു സീക്വൻസ് എടുത്ത് ഇതെങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? -1ലേക്ക് കൺവേർട്ട് ചെയ്യും. x" എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്ത് 1 1 1 1 എന്നുള്ള ഇതിൻ്റെ ഈവൻ ടേംസ് ഒക്കെ എടുത്ത് അതെങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? +1ലേക്കും കൺവേർട്ട് ചെയ്യും. x' -1ലേക്കും x" +1ലേക്കും കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് ദ സീക്വൻസ് ഈസ് ഡൈവേർജൻറ്റ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ എടുക്കുന്നു. 1 2 3 1/4 5 1/6 7 1/8 ഇങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സീക്വൻസ് എത്തിയായിരിക്കും എക്സ് ആയിട്ട് 1 1/2 1 1/2 3 1/4 5 1/6 7 1/8 എക്സെട്ര. ഇങ്ങനെ എടുത്താൽ ഇതിൽ നമുക്കറിയാം ഒരു സബ്സീക്വൻസ് ആണ് ആര്? x' = 1 3 5 7 9 എക്സെട്ര. ഈ സീക്വൻസ് ബൗണ്ടഡ് അല്ലാത്തത് കൊണ്ട് ഇത് ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ഒരു സബ്സീക്വൻസ് ഡൈവേർജൻ്റ് വന്നതുകൊണ്ട് ഒറിജിനൽ സീക്വൻസിന് ഒരിക്കലും എന്താവാൻ പറ്റില്ല. സബ്സീക്വൻസ് ഡൈവേർജൻ്റ് ആയി പോയാൽ ഒറിജിനൽ സീക്വൻസ് ഒരിക്കലും എന്താവില്ല,
കൺവേർജ് ആവില്ല. കാരണം ഒറിജിനൽ സീക്വൻസ് കൺവേർജ് ആയിരുന്നെങ്കിൽ സബ് സീക്വൻസുകളൊക്കെ കൺവേർജൻ്റ് ആവണമായിരുന്നു. സബ് സീക്വൻസുകളൊക്കെ സെയിം നമ്പറിലേക്ക് കൺവേർജ് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ ഇത് സബ് സീക്വൻസ് കൺവേർജ് ചെയ്യാത്തത് കൊണ്ട് ഒറിജിനൽ സീക്വൻസ് കൺവേർജൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.